വൈദ്യുതി ബോർഡ് ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി. ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തു. ഒരു യൂണിറ്റിന് അതുവരെയുള്ള കടങ്ങൾ കുറച്ചു. 2016 ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം 1083 കോടിയാണ്. ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാ? വൈദ്യുതി ബോർഡിന്റെ കടം 45,000 കോടി. ഉമ്മൻചാണ്ടി സർക്കാർ 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിക്കാൻ 7 കൊല്ലം നിങ്ങൾ വാങ്ങിച്ചു, അതേ ഗവൺമെന്റ് വാങ്ങിച്ചു ഈ വിലക്ക്. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആ വൈദ്യുതി കരാർ റദ്ദാക്കി. ഞങ്ങൾ അതിനെ എതിർത്തില്ല. ഞാൻ പറഞ്ഞു 4 രൂപ 29 പൈസക്ക് വൈദ്യുതി മേടിച്ചത് അഴിമതിയാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യും. 1 പൈസ കുറച്ച് നിങ്ങൾ വൈദ്യുതി മേടിച്ചാൽ മതിയെന്ന്. നിങ്ങളിപ്പോ എത്ര പൈസക്കാണ് വൈദ്യുതി മേടിച്ചത്? 4 രൂപ 29 പൈസ. ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചത് റദ്ദാക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ വരെ 30 പൈസയ്ക്കാണ്. അങ്ങ് അവിടെ ഇരിക്കും, അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവസരം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാനം കിട്ടും. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എനിക്ക് കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങേക്ക് സീനിയറായ അങ്ങേക്ക് ഞാൻ വഴങ്ങായിരിക്കും. മന്ത്രിമാർക്കും മറുപടി പറയാൻ, വകുപ്പുകളെ കുറിച്ച് വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ മറുപടി പറയാനുള്ള അവസരമുണ്ട്. എനിക്ക് സമയക്കുറവാണ്. എന്നിട്ട് 8 രൂപ മുതൽ 14 രൂപ 30 പൈസയ്ക്ക് വരെ മേടിക്കുക. ഒരു ദിവസം 15 കോടി 20 കോടി ഈ വൈദ്യുതി ബോർഡ് നഷ്ടമുണ്ടാക്കുകയാണ് മാസങ്ങളായിട്ട്. അവസാനം അതിന്റെ പാപഭാരം ആരുടെ തലയില? ജനങ്ങളുടെ തലയിൽ. നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടിയപ്പോ 2 പ്രാവശ്യത്തെ വൈദ്യുതി ചാർജ് ഒരുമിച്ച് കൂട്ടി. ഇപ്പോഴത്തെ കൂട്ടലുകൊണ്ട് മാർച്ച് മുതൽ നിങ്ങൾ കൂട്ടി. അപ്പൊ ഒരു പ്രഖ്യാപനം വേണ്ട. മാർച്ച് മുതൽ ആളുകൾക്ക് ബില്ല് വരുമ്പോ അവരുടെ വൈദ്യുതി ചാർജ് കൂടി. നിങ്ങൾ ഉണ്ടാക്കി വെച്ച കെടുകാര്യസ്ഥത, നിങ്ങൾ അവിടെ നടത്തിയ അഴിമതി, അദാനിയുടെ കമ്പനിക്ക് അത് കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടി, അത് റദ്ദാക്കിയത് 4 രൂപ 29 പൈസക്ക് ഉണ്ടായിരുന്ന എഗ്രിമെന്റ് റദ്ദാക്കി 14 രൂപ 30 പൈസക്ക് പുറത്തു നിന്ന് വൈദ്യുതി മേടിച്ച ഗവൺമെന്റാണിത്. എന്തുകൊണ്ട് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം? മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശൻ ഉണ്ടാകണം, വി ഡി സതീശൻ തന്നെ ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജനവികാരം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ പലതിൽ ഒന്നാണിത്. വളരെ കൃത്യമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും രാഷ്ട്രീയം മാത്രമല്ല കേരളത്തിന് സപ്പോർട്ടീവ് ആകുന്ന, മലയാളിക്ക് ഗുണം കിട്ടുന്ന, കേരളത്തിന് ഗുണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടാണ് സതീശൻ ഈ തെരഞ്ഞെടുപ്പിന് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ജനവികാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താ ജനവികാരം എന്ന് പറയുമ്പോൾ വലിയ മൂലം കടച്ചില്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് കോൺഗ്രസ് ജനവികാരത്തിനൊപ്പം നിൽക്കണം എന്ന് എഴുതിയപ്പോൾ ഞാൻ ചിലയിടങ്ങളിൽ ചില കുറിപ്പുകൾ കണ്ടു. എന്താണ് ആ കുറിപ്പുകളിൽ പറയുന്നത്? ജനവികാരം സതീശനാണ്, സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് ജനവികാരം എന്ന് മുസ്ലിം ലീഗ് അങ്ങോട്ട് തീരുമാനിച്ചോ എന്നാണ് ചോദിക്കുന്നത് ചില ആളുകൾ. അവർക്ക് അവരുടേതായ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അവരുടേതായ ലൈനുണ്ട്. ഞാൻ ആളുകളൊന്നും പേരൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നത് മുസ്ലിം ലീഗ് അങ്ങോട്ട് തീരുമാനിച്ചോ എന്നാണ്. മുസ്ലിം ലീഗ് അങ്ങോട്ട് തീരുമാനിച്ചു. മുസ്ലിം ലീഗ് വെറുതെ തീരുമാനിച്ചതല്ല, മുസ്ലിം ലീഗ് ജനമനസ്സുകൾ അറിഞ്ഞിട്ട് തീരുമാനിച്ചതാണ്. അപ്പോൾ സതീശനെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ ആഗ്രഹം പലരും മുസ്ലിം ലീഗിനെ അറിയിക്കുന്നത് കൊണ്ടാണ്. മുസ്ലിം ലീഗിന് മുന്നിൽ പലരും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ്. സതീശന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ മുസ്ലിം ലീഗ് അടുത്തറിയുന്നത് കൊണ്ടാണ്. പിന്നെ ഈ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി സതീശനല്ല മറ്റൊരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് ഈ പൊതുസമൂഹത്തിൻ്റെ ജനവികാരം എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്? മനസ്സിലായില്ലേ? അപ്പോൾ ജനവികാരത്തെക്കുറിച്ചൊന്നും ആരും പറയണ്ട. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനും യു ഡി എഫുകാരനും അല്ലാത്ത ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനും യു ഡി എഫുകാരനും അല്ലാത്ത ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട്. അത് സതീശനെ കണ്ടിട്ടാ, സതീശൻ്റെ നിലപാടുകളെ കണ്ടിട്ടാ, സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടാ ജനം വോട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സതീശൻ പറഞ്ഞ 100+ എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തുമ്പോൾ പിന്നെ ഈ ചർച്ചകളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ആ വോട്ട് അത്രയും വന്നത് സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടാ. കാരണം
അയാൾ ഉണ്ടാക്കിയ അധ്വാനത്തിന്റെ ഒരു 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 വലിയ മല തന്നെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പണിയെടുത്ത് 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 എല്ല് മുറിയ പണിയെടുത്തിട്ടാ അയാൾ ഈ പാർട്ടിയെ ഈ ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കും സാധിക്കില്ല, പാർട്ടിക്കും സാധിക്കില്ല, പാർട്ടിയുടെ നേതൃത്വത്തിനും സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. ഇനി അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ പാർട്ടി നേരിടാൻ പോകുന്ന പ്രതിസന്ധി ചില്ലറയൊന്നും ആയിരിക്കില്ല. അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. കാരണം ജനം ആഗ്രഹിച്ച് അവര് വിധി എഴുതിയതാ, അല്ലാതെ പാർട്ടിയെ കണ്ടിട്ടോ പാർട്ടിയെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സതീശൻ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിന് വലിയ അംഗീകാരം ജനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാ. മനസ്സിലായില്ലേ? അത് പാർട്ടിക്ക് വേണ്ടി മാത്രമൊന്നല്ല അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്, അയാൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഒന്നടങ്കം പ്രവർത്തിച്ചതാ. ഈ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ കൃത്യമായി നിലപാടുകൾ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ഇടപെട്ട വ്യക്തിയായാള്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വലിയ ഒരു പ്രതിസന്ധി, ഒരു 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 കാലാവസ്ഥാ പ്രതിസന്ധിയിലൂടെയാണല്ലോ കടന്നു പോകുന്നത് നമ്മളെല്ലാവരും. അപ്പോൾ ഈ ചൂടുകാലത്ത്, ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചൂടുകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കറണ്ടിനെ കുറിച്ച്, പവർ കട്ടിനെ കുറിച്ച്, ലോഡ് ഷെഡിങ്ങിനെ കുറിച്ചൊക്കെ 2016 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുമ്പോൾ KSEB എന്ന് പറയുന്ന സ്ഥാപനത്തിനുണ്ടായ കടം 1000 ചില്ലറ കോടിയാ. അവിടെ നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ഈ വലിയ കടത്തിലേക്ക് എങ്ങനെ എത്തി? ഭരിക്കാൻ അറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി 10 വർഷം കൊണ്ട് കൊള്ളയടിച്ചത് ചില്ലറ പണമൊന്നുമല്ല, കൊള്ളയുടെ ഒരു വലിയ സങ്കേതമായിരുന്നു നടന്നത്. അപ്പോൾ എന്തുകൊണ്ട് സതീശനെ എതിർക്കുന്ന ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ UDF ഗവൺമെന്റ് വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി ആരാകണം, മന്ത്രിമാരാരാകണം എന്നൊക്കെയുള്ള ചർച്ചയിൽ കോൺഗ്രസ്സുകാരനും UDF-കാരനും ഒക്കെ റോളുണ്ട്. എന്നാൽ ഇതിലൊന്നും ഒരു റോളും ഇല്ലാത്ത അന്തം കമ്മി അടിമകളും സഖാക്കളും ഒക്കെ എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഏത് നടേശനെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രശ്നം? സതീശനെങ്ങാനും മുഖ്യമന്ത്രി കസേരയിൽ എത്തുമെന്നുള്ളത് ഇവർക്ക് ഉറപ്പാ. അപ്പം അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ? പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കുകൾ ഓരോന്ന് പറയേണ്ടി വരുമെന്നുള്ളത് തന്നെയാ. സതീശനാകുമ്പോൾ ഒരു മയവും ഒരു ദയയും ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല എന്നുള്ളതും ഉറപ്പാ. അത് തന്നെയാണ് സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിനെ പലരും ഭയപ്പെടുന്നതിൻ്റെ കാരണം. പക്ഷേ ജനം അതങ്ങോട്ട് തീരുമാനിച്ചുറപ്പിച്ചതാ. അതുകൊണ്ട് തന്നെ ജനവികാരം എന്ന് പറയുന്നത് VD സതീശനൊപ്പമാ. ഞാനിപ്പോൾ ഇന്നലെ ഇതേമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ ഒരു നല്ല ഒന്നാന്തരം സംഘാവ് വന്നിട്ട് പറഞ്ഞ ഒരു അഭിപ്രായ, സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴേ പിന്നിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും, അയാൾ പറയാണ് പിന്നിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും, SDPI ഉണ്ടാകും, അതുപോലെ NDF ഉണ്ടാകും എന്നൊക്കെയാണ് സതീശന് പിന്നിൽ. ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരു ബോധവും ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. SDPI-കാരൻ്റെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് SDPI-കാരനെ ശത്രുപക്ഷത്ത് നിർത്തിയവന്റെ കൂട്ടത്തിൽ ഒന്നാമത്തെ പേരുകാരൻ VD സതീശനാണ്. എന്നാലോ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതോ, പിണറായി വിജയൻ ഒരു കൈയിൽ SDPI-കാരനും മറു കൈയിൽ RSS-കാരനും, രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അധികാരം നിലനിർത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയത് പിണറായി വിജയനാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക സതീശൻ മുഖ്യമന്ത്രിയായാൽ പിന്നിൽ SDPI-കാരനുണ്ടാകും. SDPI-കാരൻ തന്നെ പറയുന്നു സതീശൻ ഞങ്ങളുടെ വോട്ട് വേണ്ടെന്നാ പറഞ്ഞ്, ആ സതീശന് പിന്നെ ഞങ്ങൾ എന്തിന് വോട്ട് കൊടുക്കണമെന്ന് SDPI-കാരൻ ചോദിക്കുന്നു. മനസ്സിലായില്ലേ? അത് അയാളുടെ നിലപാടിൻ്റെ ശക്തിയാ. അയാൾ പറഞ്ഞ വാക്കുകൾക്ക്, അയാൾ ഇന്ന് വരെ അയാളുടെ നിലപാടുകൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ജനവികാരം അത് സതീശൻ തന്നെയാണ്. ഇതിനിപ്പോൾ ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും, ഈ അല്ല എന്ന് പറയുന്നവരെന്നാ പിന്നെ പറ ജനവികാരം എന്താണ് എന്നും അത് എന്തുകൊണ്ടാണ്, അതിനൊരു കാരണം കൂടി ഉണ്ടാവണമല്ലോ.
അതുകൂടി പറയാൻ നിങ്ങളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. ജനവികാരം സതീശൻ അല്ലാത്തത് കൊണ്ടോ ഉള്ള പ്രശ്നമൊന്നുമല്ല. മറിച്ച് സതീശൻ മുഖ്യമന്ത്രിയാവുന്നതിനെ ഒരു വലിയ പ്രധാനപ്പെട്ട ആളുകൾ, ഒരു വിഭാഗം നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതിനെ ഭയപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കോലാഹലങ്ങൾ കൊണ്ട് സതീശനെ മാറ്റി നിർത്താൻ കഴിയൂല. സതീശനെ മാറ്റി നിർത്താൻ കഴിയില്ല. ഈ കോലാഹലങ്ങൾ കൊണ്ട് സതീശനെ മാറ്റി നിർത്താൻ കഴിയില്ല. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മെയ് 5-ന് അധികാരമേറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ളതിന് അല്ലെങ്കിൽ ആകണമെന്നുള്ളതിനുള്ള കാരണങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ആ കൂട്ടത്തില് സതീശൻ ആവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് തന്നെ സതീശൻ ഒരു മെറിറ്റാ. മനസ്സിലായില്ലേ? ഇപ്പോൾ RSSും SDPയും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പിണറായി വിജയനും ഒക്കെ സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സതീശന് ആവണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം വേറൊന്നും അന്വേഷിക്കണ്ട, ഇവരൊക്കെ എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ് സതീശൻ മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. പിന്നെ സതീശൻ പാർട്ടിയെ കെട്ടിപ്പടുത്തതിൻ്റെ ഒരു വലിയ യാത്ര തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ സമയം അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരിച്ചുവരവ് പാർട്ടി നടത്തിയിട്ടുണ്ട്, അല്ലേ? 2021 പ്രതിപക്ഷ നേതാവായിരുന്ന ആള് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ പാർട്ടി എവിടെയാ നിൽക്കുന്നത്? പാർട്ടി തകർന്ന് തരിപ്പണമായി പാർട്ടിയുടെ അടിവേരറുക്കം മാന്തിയിട്ടാണ് പലരും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. അവിടെ നിന്ന് വീണ് കിടന്ന പാർട്ടിയെ ഇങ്ങനെ കൈപ്പിടിച്ച് ഉയർത്തി കൊണ്ടുവന്നൊരു സതീശനുണ്ട്. ആ സതീശനെ കണ്ടില്ലെന്ന് വെക്കാനൊന്നും ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് പൊതുജനത്തെ ആരും വെഡ്ഡിയാക്കാൻ നോക്കണ്ട, പൊതുജനത്തെ വെഡ്ഡിയാക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. സതീശന് നൽകിയ പിന്തുണ, അതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത്. ആ റിസൾട്ട് നിങ്ങൾക്ക് മെയ് 5-ന് റിസൾട്ട് വരുമ്പോൾ കാണാൻ കഴിയും, മെയ് 4-ന്. അപ്പോൾ ഈ പറയുന്ന ചർച്ചകളൊക്കെ അസ്ഥാനത്താകും. സതീശൻ പണിയെടുത്തിട്ടുണ്ടാക്കിയെടുത്ത ചരിത്ര നേട്ടമായിട്ട്, വിജയമായിട്ട് നിങ്ങൾ അതിനെ അംഗീകരിക്കേണ്ടി വരുമെന്നുള്ളതാ. സതീശൻ്റെ വിജയമായിട്ട് നിങ്ങൾ അതിനെ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് എന്നുള്ളതൊന്നും ഒരു ചർച്ചയേ അല്ല. അത് ഒറ്റ പേരേ ഉള്ളൂ, അത് സതീശൻ മാത്രമാണത്.